ആഫ്രിക്കയുടെ അടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ചെറു ദ്വീപുണ്ട്, റോഡ്രിഗസ് ദ്വീപ്. ആഫ്രിക്കയിൽ നിന്ന് പറന്നു വന്ന ദേശാടന കിളികൾ ഇവിടെ തങ്ങും. ഈ സമയം ഇവയുടെ ശരീരത്തിൽ പറ്റിയതും വിസർജ്യത്തിലൂടെയും വിത്തുകൾ ദ്വീപിലെത്തി പലതും മുളച്ച് വൃക്ഷങ്ങളാകും. എന്നാൽ കടൽക്കരയോട് ചേർന്ന് മുളയ്ക്കുന്ന സസ്യങ്ങൾക്ക് മാത്രം ഒരു ഭീഷണിയുണ്ട്: കടലാമകൾ. കടലാമ വന്ന് ഇവിടെയുള്ള സസ്യങ്ങളെയെല്ലാം ബാക്കി വെക്കാതെ ഭക്ഷിച്ച് തീർത്തു കളയും. അതുകൊണ്ട് ദ്വീപിന്റെ താഴ്ന്ന പ്രദേശം സസ്യങ്ങൾക്ക് അതിജീവിക്കുവാൻ പറ്റാത്ത ഇടമായി മാറി. കാലങ്ങൾ കടന്നുപോയി. ഈ ദ്വീപിലെത്തിയ ഗവേഷകർ ഇവിടെയുള്ള ഒരു ചെടിയെ ശ്രദ്ധിച്ചു: കഫേ മെറൂൺ. കോഫി അറാബിക്ക ചെടി ഉൾപ്പെടുന്ന റുബേഷ്യസ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു സസ്യം. അവരിതിനെ എടുത്ത് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അതിന്റെ വിത്ത് മുളപ്പിച്ചു. എന്നാൽ ആ ചെടി വളർന്നു വരുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കഫേ മെറൂണായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചെടിയാണ് മുളച്ചു വന്നത്. കഫേ മെറൂണിന് പച്ച നിറമുള്ള വീതിയേറിയ ഇലയാണുള്ളതെങ്കിൽ വിത്തിൽ നിന്നും മുളച്ചു വന്ന ചെടിക്കുള്ളത് ബ്രൗൺ നിറത്തിലുള്ള നേരിയ ഇലയാണ്. കൊണ്ടുവന്ന ചെടി മാറിപ്പോയതാകാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ അത്ഭുതം നടന്നത്. സസ്യം വളരും തോറും ഇലയുടെ രൂപം മാറി വീതി കൂടിയ പച്ച നിറമുള്ളവയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഫ്ലാഷ് ബാക്ക്. ആഫ്രിക്കയിൽ നിന്നും കോഫി ചെറി കഴിച്ച ഒരു പക്ഷി വഴി അവയുടെ വിത്തുകൾ ഈ ദ്വീപിൽ എത്തിയിരുന്നു. ദ്വീപിൽ മുളച്ചു തുടങ്ങിയ കോഫി ചെടിക്ക് അനിവാര്യമായ ആ വെല്ലുവിളിയെ നേരിടേണ്ടി വന്നു: കടലാമകൾ. കടലാമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്: ഇവ പച്ചില മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാപ്പിച്ചെടിക്കും ആമകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ പ്രകൃതി ഇവിടെയും മറ്റൊരു അത്ഭുതം കാണിച്ചു. കടലാമകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ റോഡ്രിഗസ് ദ്വീപിലെ കഫേ മെറൂൺ ചെടികൾ മുളച്ചു വന്നത് ഉണങ്ങിയ ഇലയുടെ നിറത്തിലും രൂപത്തിലുമായിരുന്നു. അതൊരു ഉണങ്ങിയ ഇലയാണെന്ന് കരുതി ആമകൾ ഇവയെ ഭക്ഷിക്കാതെ ഒഴിവാക്കും. അതിജീവനം. അങ്ങനെ ചെടികൾ കടലാമ ആക്രമണത്തെ അതിജീവിക്കുകയും വളർന്ന് സേഫ് സോണിലെത്തിയാൽ ഇവയുടെ രൂപം വീണ്ടും മാറി പച്ച നിറമുള്ള കോഫി ചെടിയായി തന്നെ മാറും. ഇവിടെ ചോദ്യം ഇതാണ്: എങ്ങനെയായിരിക്കും ഇവ നാച്ചുറൽ സെലക്ഷൻ വഴി അതിജീവിക്കുവാനുള്ള രൂപം കൈവരിച്ചിരിക്കുക? കാരണം കരയിൽ കയറിയ ആമകൾ ഒരു ചെടിയെപ്പോലും വിടാതെ നശിപ്പിച്ചു കളയും. പിന്നെ എങ്ങനെയായിരിക്കും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അതിജീവിച്ച് പരിണമിച്ച് ആമകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രൂപത്തിൽ മാറിയിരിക്കുക? അറിയില്ല. അതൊരു മിസ്റ്ററിയായി തന്നെ തുടരും.